തൈറോയ്ഡ് സർജറിക്ക് ശേഷം ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടോ സാർ? തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശബ്ദം മാറ്റം ഉണ്ടാവുന്നത് യൂഷ്വലി റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് എന്ന നെർവിനും അല്ലെങ്കിൽ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവ് എന്ന നെർവിനും ഇഞ്ചുറി വരുന്നത് കൊണ്ടാണ്. ഈ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവിൻ്റെ ഇഞ്ചുറി യൂഷ്വലി നോർമലായിട്ടുള്ള ഒരാളെ അഫക്റ്റ് ചെയ്യുന്നതല്ല, അവരുടെ വോയിസിൽ വലിയ മാറ്റം പറ്റുന്നില്ല. പക്ഷേ ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഇങ്ങനെയുള്ളവർക്ക് അവരുടെ പിച്ച് വേരിയേഷൻ ചെയ്യാനും സട്ടിൽ ചേഞ്ചസിനൊക്കെ ഈ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവിൻ്റെ ഫങ്ഷൻ വളരെ അത്യാവശ്യമാണ്. അവരെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. റിക്കറന്റ് ലാരിഞ്ചൽ നെർവിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി സമയത്ത് അതിന് ഇഞ്ചുറി വരികയോ അല്ലെങ്കിൽ അതിന് നമ്മൾ സർജറി ചെയ്യുമ്പോൾ വലിച്ചിൽ വരാനോ എല്ലാം സാധ്യതയുണ്ട്. ഈ വോക്കൽ കോഡിന് അനക്കക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ടെമ്പററി ആവാം. ടെമ്പററി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നേരെ ആവാം. ഇല്ല എങ്കിൽ അത് പെർമനൻ്റ് ആയിരിക്കും. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ അത് നേരെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. 6 മാസം വരെ നേരെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വോക്കൽ കോഡിന് അനക്കക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് വോയിസ് തെറാപ്പിയാണ് ആദ്യം കൊടുക്കുന്നത്. വോയിസ് തെറാപ്പിയിൽ ഇമ്പ്രൂവ് ആയില്ല എങ്കിൽ മാത്രം, അതും 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡെഫിനറ്റീവ് സർജറിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ പാട്ടുകാർ അല്ലെങ്കിൽ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് അവർക്കൊക്കെ ഉടനെ തന്നെ വോയിസ് വേണമെങ്കിൽ ഈ ശബ്ദമാറ്റത്തിന് നമുക്ക് ഉടനെ തന്നെ ഒരു വോക്കൽ കോഡിലോട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ടെമ്പററി നേരെ പഴയതുപോലെ ആക്കാൻ പറ്റുന്നതാണ്.